guys, welcome back to my channel. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കസിൻസും കൂടെ ഉണ്ട്. ആൻസിനും ആൻലീനയാണ്. അപ്പോൾ ഇന്ന് ഒരു ഹൊററാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ. ബ്ലൂ ബേബി, ഇതാണ് നമ്മുടെ ടോപ്പിക്. അപ്പം ഇത് എൻ്റെ കസിൻ ആൻലീന, ഇത് ആൻസൻ. ഹായ്. അപ്പോൾ ബ്ലൂ ബേബി എന്ന് പറഞ്ഞാൽ നമ്മളത് ഗെയിമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനാണെങ്കിൽ ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട്. എനിക്ക് പേടിപ്പിക്കണാണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടാണ്. എനിക്ക് നേരെ അറിയത്തില്ല, എനിക്ക് വലുതായിട്ട് പേടി തോന്നിയിട്ടില്ല. ഓക്കെ, ബ്ലൂ ബേബിയുടെ ഗെയിം എങ്ങനെയാണ് കളിക്കണേന്ന് പറഞ്ഞുതരാം. ഇതിനാദ്യം നമ്മളാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കണം, നമ്മൾ മാത്രമേ കാണാവൂ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡി മേരി അറിയാമായിരിക്കും, അറിഞ്ഞിട്ടില്ല. ബ്ലഡി മേരി പോലെയൊക്കെ തന്നെ ഏകദേശം, പക്ഷേ നമ്മളിത് അതേപോലെ തന്നെ കളിക്കുന്നത്, പക്ഷേ മിററിൻ്റെ അടുത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ. മിററിൻ്റെ അടുത്താണെന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് നമ്മളാണെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാ ലൈറ്റും ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാത്റൂമിൽ കാണണം, അതും അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കിയിട്ട് ബ്ലൂ ബേബിന്ന് 30 അല്ലെങ്കിൽ 31 പ്രാവശ്യം പറയണം. അപ്പോഴേ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം പറയണ്ട. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുഞ്ഞാവെ പിടിക്കണ പോലെ, അതേപോലെ അങ്ങനെ പറയുമ്പം നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞോ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണ പോലെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നണ ഉടനെ തന്നെ നമ്മൾ വേഗം ചെന്നിട്ട് ടോയ്ലറ്റിൻ്റെ അകത്ത് അതിനെ ഇട്ട് ഫ്ലഷ് അടിക്കണം. അപ്പം ആ ടോയ്ലറ്റിലുള്ള വെള്ളമെല്ലാം ബ്ലൂ കളറാവും എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ആ വീട്ടിൽ ജീവിക്കാൻ പാടില്ല. കാരണം ആ കൊച്ചിൻ്റെ അമ്മ നമ്മളാണെങ്കിൽ ആ കൊച്ചാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഹണ്ട് ചെയ്തോണ്ടിരിക്കും. ഇനി നമ്മൾ അതിനെ ഇടാതെ നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കണ്ണാടിയിലാണെങ്കിൽ ആ കൊച്ചിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളെ ആണെങ്കിൽ കൊല്ലും. എൻ്റെ കൊച്ചിനെ താ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മളെ കൊല്ലും എന്നാണ് പറയുന്നത്. ഇനി ഇതിന് ശരിക്കും പറഞ്ഞാൽ സ്റ്റോറി ഉണ്ട്. അപ്പം അതിൽ ഒന്ന് നമുക്ക് കേൾക്കാം. ഇതൊരു വീട്ടിലാണ് ഒരു അമ്മയും കുഞ്ഞും. ആ അമ്മയ്ക്കാണെങ്കിൽ കുഞ്ഞിന് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും. ഈ അമ്മയാണെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണെങ്കിൽ ആ കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഈ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് കണ്ണാടിയിൽ ഇറങ്ങി. അപ്പോഴത്തേനും കൊച്ചിൻ്റെ കരച്ചിൽ നിർത്തി. അപ്പോഴേ ആ അമ്മ വിചാരിച്ചു കൊച്ചാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണായിരിക്കും. അങ്ങനെ പാർട്ടിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കൊച്ചിൻ്റെ അനക്കമില്ല. പിന്നെ ചെന്ന് ആ തൊട്ടിൽ ചെന്ന് നോക്കിയപ്പം ഗ്ലാസ് ചില്ലാണ്. അതാണെങ്കിൽ കൊച്ചിൻ്റെ കഴുത്തി കുത്തി കയറിയിരിക്കുന്നു. അപ്പോൾ ആ അമ്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചിന് ഞാൻ തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ആ അമ്മയും അതേ ഗ്ലാസ് വെച്ച് കഴുത്തി കുത്തി ഇറക്കി കൊന്നു. അപ്പോൾ ഇതാണ് കഥ. ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.